നീ ഇനി ചുമ്മാ നിർത്തിക്കാൻ ഞാൻ പറയട്ടെ. എപ്പോഴും കിടന്ന് വിളിക്കരുത്. ഞാൻ വടക്കേന്ത്യയിൽ MLA കൊണ്ട് വന്നതാ. എന്തിനാണ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലോടി. എടി ഇത്രയും നാൾ MLA PA ആയിട്ട് ഞാൻ നടക്കുമല്ലായിരുന്നോ? എനിക്ക് ഒരു MLA ആകണം. അതിനുവേണ്ടി കള്ളത്തരം പറഞ്ഞിട്ട് ഈ വടക്കേന്ത്യ നീ നദിയിൽ മുങ്ങി പൊങ്ങിയാൽ പാപം തീരുമെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് വിട്ടിക്കൊണ്ട് വന്നതാ. പുള്ളിക്ക് മന്ത്രിയാകണം അത്രേ. ഭയങ്കര വിശ്വാസിയാ. ചത്തിലെ ഞാൻ ചവിട്ടി താക്കും. നീ എപ്പോഴും കിടന്ന് വിളിക്കരുത് ഞാൻ പറഞ്ഞേക്കുന്നു കേട്ടോ. എനിക്ക് MLA ആയേ പറ്റൂ. കാട്ടിയേ പോ. ഹലോ, എന്താ? അല്ല ഞാനേ കേരളത്തിൽ നിന്ന് വരുമോ? കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് MLA യുടെ ഒരു കാര്യം ഒരാൾ വിളിച്ചു പറഞ്ഞു. അയാളെ കാണുന്നില്ല. MLA യുടെ കാര്യം മറ്റേ തീർക്കാം. അപ്പൊ നിങ്ങള് അതല്ലേ? ഞാൻ തന്നെ. ആണോ? ആളാണ് ഞാൻ. കാര്യങ്ങളിലെ ഓ ശരി. നിങ്ങളെ എനിക്ക് മനസ്സിലായില്ല. ഇല്ലേ? ഇല്ല. എന്റെ ദൈവമേ, വളരെ ചെറുപ്പം മുതലേ MLA യുടെ വീട്ടിൽ നിന്ന് പഠിച്ച് വളർന്ന് MLA യുടെ ഉപ്പും ചോറും തിന്ന് വളർന്ന MLA യുടെ PA ആണ് ഞാൻ. അപ്പൊ തിന്ന ചോറിന് നന്ദി കാണിക്കാൻ വന്നതാ. തിന്നാ പാപം കൊന്നാ തീരുവെന്നല്ലയോ? അതങ്ങനല്ലോ, അത് തിരിച്ചല്ലേ പറയേണ്ടത്? അല്ല, അത് മെനഞ്ഞാന്ന് മുതൽ ഞാൻ തിരിച്ചിട്ടു ഇതിന് വേണ്ടിയിട്ട്. അത് കൊള്ളാം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇനി നമുക്ക് സമയം കളയാനില്ല. ഇവിടെ ഒന്നും ആരുമില്ല. MLA വിളി. നമുക്ക് സംഭവങ്ങളെല്ലാം ഏറ്റല്ലോ. ഞാൻ ഏറ്റി. ഇങ്ങനെയാണോ ഒന്ന് ചെയ്യാൻ പോകുന്ന കർമ്മം? ഇങ്ങനെ ചെയ്താൽ കുഴപ്പം? ഉടുപ്പൂരി ഇടുവാ. വിശ്വാസിയാ. വിളിച്ചോ. വേണ്ടേ? നമ്മൾ തമ്മിൽ ഒരു പരിചയവും ഇല്ല. MLA സാറേ. ഓ മന്ത്രി സാറേ. എന്തോ വന്നായിട്ട് വേണ്ട. ഇതാ സ്ഥലം. ഞാൻ പറഞ്ഞ പുഴുവായത്. പുഴുവോ? പുഴ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നദിയില് എന്റെ പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് മുങ്ങി കുളിച്ചാൽ ഞാൻ മന്ത്രിയാകുമല്ലോ? തർക്കമുണ്ടോ? എത്രയോ വിശ്വാസികൾ. അതല്ലയോ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഏതായാലും നമുക്ക് ഭാഷ പോലും അറിയാത്ത നാടായത്. അതാ എന്റെ ഒരു സംശയം. നീ അത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം നിന്റെ കൂടെ വന്നിരിക്കുന്ന ആരാ? ഞാനാ. ലോകത്തുള്ള എല്ലാ ഭാഷകളും ഈ കയ്യിലിട്ട് ഞാനിങ്ങനെ അമ്മാനമാടുന്നതാ. ഒരാളെ കണ്ടു കിട്ടിയാൽ മതി. ഏത് ഭാഷക്കാരനാണെങ്കിലും ഞാൻ അവനോട് സംസാരിച്ച് റെഡിയാക്കിക്കോളാം. ഉറപ്പാണല്ലോ അല്ലേ? ആരെങ്കിലും ഒന്ന് കണ്ടു കിട്ടണ്ടേ? ആരെങ്കിലും വരും, കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും വരുമായിരിക്കും. ആർക്കും ഇവിടെ പനിയാന്നല്ലോ. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ പനിയാ. എന്നോട് ചോദിക്കാം ഏത് ഭാഷയാന്ന് ചോദിക്കാം. ഹലോ, ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക്. ഹലോ, അപ്പൊ തമിഴ് അല്ലടോ, മലയാളം. ദൈവമേ രക്ഷപ്പെട്ടു. എനിക്കും ആ ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞല്ലോ മറ്റേ ആര് ഏത് ചോദിച്ചാലും എടുത്ത് അങ്ങ് അലക്ക് വന്നു. അല്ല, നിയമസഭ പറയുന്നതിനോട് തട്ടി അങ്ങ് കയറ്റിയതാ. വേറെ കാര്യം ചോദിക്കട്ടെ, ഈ പുഴയെ മുങ്ങി കുളിച്ചിട്ട് ഇങ്ങനെ പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞാല് മന്ത്രിയാകുമെന്ന് പറഞ്ഞ നേരാണോ? പിന്നെ നേരാണോന്നോ? എത്ര പേരാ ഇവിടെ വന്ന് മന്ത്രിയായിട്ട് പോകുന്നത്? ആണോ? ഇന്ന് രാവിലെ തന്നെ ഒരാളെ ഞാൻ മന്ത്രിയാക്കി അങ്ങോട്ട് വിട്ടതേ ഉള്ളൂ. ഞാൻ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അല്ല പിന്നെ ഇത് നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് ഈ പുഴയിൽ മുങ്ങിയാൽ ആ പാപങ്ങളെല്ലാം ഒഴുകിപ്പോകുന്ന പുണ്യനദി. ഈ നദിയുടെ പേരെന്തുവാ? പേര് ബിജു. ബിജു നദി. നദിക്കിടാൻ പറ്റിയ പേര് തന്നെ. അല്ല, ഈ ബിജു നദി എന്നൊക്കെ നദിക്ക് പേരിടുവോ? അതായത് സിന്ധു, ഗംഗ, യമുന ഇങ്ങനെ പെണ്ണുങ്ങളുടെ പേരിലാണല്ലോ നമ്മളെ നദികളെല്ലാം അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ആണുങ്ങളുടെ പേരിൽ ഒരു നദി വേണ്ടേ? അല്ല, നാട്ടിൽ അച്ഛൻ കോവിലാറുണ്ടല്ലോ. അത് അച്ഛന്മാർക്ക് മാത്രം കുടിക്കാനുള്ള കോവില. അതെ, നമ്മളോട് അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. അപ്പം വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ, കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു കർമ്മം ചെയ്യുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ പരിപാടികളൊക്കെ അങ്ങനെ ആരെയും അറിയാവോ? ആരാ ഇരിക്കുന്നേ? ആരാ? നിങ്ങൾ ഇവിടുത്തെ എല്ലാം ചെയ്തത് ഞാനാ. ആണോ? ഞാനല്ലേ ഇവിടുന്ന് മന്ത്രിമാരെ പറഞ്ഞു വിടുന്നത്. എനിക്കറിയാം. അല്ല, കേരളത്തിലുള്ള ആളെ കുറ്റിയും പറിച്ച് എങ്ങനെ ഇവിടെ വന്ന് വിട്ടത്? അത് സംഭവം എന്താ അറിയാമോ? ഞാൻ എന്റെ അച്ഛനോട്ടങ്ങ് ഭയങ്കര പിണക്കത്തിലായി. അച്ഛനുമായിട്ട് പിണങ്ങി? അച്ഛനെന്ന് പറഞ്ഞാൽ ഈ കണ്ണി കണ്ടവർക്കെല്ലാം അങ്ങോട്ട് വാരിക്കോരി അങ്ങ് കൊടുക്കും. അവർക്കാർക്കും വാരാനും കോരാനും അറിയത്തില്ലയോ? ദാനം ചെയ്യുമെന്ന് 15 ആനയുള്ള നിറപാടാണേ. കർമ്മം ചെയ്യുന്ന ആളാണെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെനിക്ക് ക്ലിയറായി. ചെയ്യുന്ന ആളാ. അപ്പോഴേ എല്ലാ ദിവസവും രാവിലെ ആകുമ്പോ അച്ഛൻ ഉറക്കം ഒന്നിച്ച് ശരീരത്ത് മൊത്തം അങ്ങോട്ട് എണ്ണ തേക്കും. എന്നിട്ട് ചാരു കസേരയിൽ വന്നതാണ്ട ഇങ്ങനെ അങ്ങ് ഇരിക്കും. ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അച്ഛനായിരിക്കത്തില്ല, പച്ചത്തവള വല്ലോ ആയിരിക്കും. ചേടാ, ഈ പുള്ളി ഭയങ്കര തർക്കുത്തരം. ഇവിടെ പറയാം. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ 15 ആനകളെയും മുറ്റത്തിങ്ങനെ നിരത്തി അങ്ങ് നിർത്തും. അഹങ്കാരമില്ലയോ? അതിന് ഞാനൊക്കെ നിരത്തി നിർത്തുന്നേ. പിന്നെ ആനകളെല്ലാം കൂടെ വാരി കൂട്ടിയിടാൻ പറ്റുമോ? ഈ പുള്ളിയും ഭയങ്കര തർക്കുത്തരം. ഇവിടെ തന്നെ പറയാം. ഇങ്ങനെ നിരത്തി നിർത്തുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ പ്രഭാകരന്റെ മോൻ വരും. വന്ന് കൊറേ സങ്കടങ്ങളും ദാരിദ്ര്യവും പറയും. അച്ഛൻ വാരിക്കോരി അങ്ങ് കൊടുക്കും. ഒരു ഉച്ചയാകുമ്പം പ്രഭാകരൻ വരും. കൊറേ സങ്കടങ്ങളും ദാരിദ്ര്യം പറയും. അച്ഛൻ വാരിക്കോരി അങ്ങ് കൊടുക്കും.
വൈകുന്നേരം ആകുമ്പം പ്രഭാകരന്റെ പെണ്ണുമ്പുള്ള വരും. കാര്യവും സങ്കടവും ഒക്കെ പറയുമായിരിക്കും. ഒരക്ഷരം മിണ്ടത്തില്ലല്ലേ? കണ്ടാ മതി, കണ്ണി കണ്ടതും കയ്യിൽ കിട്ടിയതും എല്ലാം വാരിക്കോരി അങ്ങ് കൊടുക്കും. അച്ഛൻ എന്ത് ചെയ്യും? പ്രഭാകരന്റെ വീട്ടിൽ എങ്ങനെ തറവെടുക്കാൻ നിൽക്കുക? കണക്കായി പോയി. തടവെടുക്കാൻ നിന്നാണോ പിണങ്ങി പോന്നെ? അങ്ങനെ ഞാനിങ്ങ് പിണങ്ങി പോരുന്നു. പിന്നെ എനിക്ക് ചെയ്യാവത്തില്ലെന്ന് മനസ്സിലായി. നമുക്കൊരു കാര്യം ചെയ്യാം, കർമ്മം ഒന്ന് തുടങ്ങാം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് പ്രതിമയെ നോക്കി പ്രാർത്ഥിക്കണം. പ്രതിമയെ നോക്കി പ്രാർത്ഥിക്കണം. പിന്നെ ചെയ്ത പാവങ്ങൾ ഏറ്റു പറയണം. ചെയ്ത പാവങ്ങൾ ഏറ്റു പറയണം. നദിയിലേക്ക് എടുത്ത് ചാടണം. ഇവിടെ എടുത്ത് ചാടണം. ചവിട്ടി അങ്ങ് താക്കണം. താക്കണമെന്നോ? അല്ല, പിന്നെ ഇവിടൊക്കെ ഈ പാപങ്ങള് ഒഴുകിക്കളയത്തില്ലയോ? അതിന് ഇവിടെ പറയുന്നത് ചവിട്ടി താക്കണമെന്നാ. അത് നമ്മുടെ അവിടെ അങ്ങനെയല്ല. അതുകൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധരിച്ചത്. അപ്പൊ പിന്നെ കമ്മീഷന്റെ കാര്യം. കമ്മീഷനോ? അല്ല, ഇവിടൊക്കെ ദക്ഷിണ കൊടുക്കുന്നതിന് കമ്മീഷൻ എന്നാ പറയുന്നേ. നമ്മുടെ അവിടെ അങ്ങനല്ല, അതുകൊണ്ടാണ് തെറ്റിദ്ധരിച്ചത്. അതെ അതെ. അപ്പോ ദക്ഷിണയുടെ കാര്യം നമ്മളങ്ങോട്ട് ഏറ്റിരിക്കുന്നു. MLA ആയി കഴിഞ്ഞാൽ തരും. എടാ കണാപ്പ, MLA അല്ല, മന്ത്രി ആയി കഴിഞ്ഞാൽ തരുമെന്ന്. മന്ത്രി ആയി കഴിഞ്ഞാൽ തരും. തരും. അപ്പൊ പ്രാർത്ഥിക്കുക. അല്ല, പ്രാർത്ഥിക്കണം. ചാടുക. പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് ഓക്കെ പ്രാർത്ഥിച്ചാട്ടെ. ഓക്കെ. ദൈവമേ, എല്ലാ പാവങ്ങളും ക്ഷമിക്കണേ. ഞാൻ എല്ലാ പാവങ്ങളും ക്ഷമിച്ച് ഇങ്ങനെ ആയി കഴിയുമ്പോ എന്നെ മന്ത്രിയാക്കണേ, മന്ത്രിയാക്കണേ, മന്ത്രിയാക്കണേ. ആരോടായി പ്രാർത്ഥിക്കുന്നേ? പ്രതിമയെ നോക്കിയാ പ്രാർത്ഥിക്കുന്നേ. അത് പ്രതിമയല്ല. പിന്നെന്തോ? ഈ ഭക്തന്മാര് പുഴ മുങ്ങിട്ട് ഒഴിഞ്ഞിട്ടേക്കുന്ന തുണി കൂട്ടിയിട്ടേക്കുന്ന. ആണ്ടാ, അതിന് കണ്ണു മൂക്കൊക്കെ ഉണ്ടല്ലോ. കണ്ണും മൂക്കോ? അതാരാണ്ട് ജട്ടി എടുത്ത് കമത്തിയിട്ടേക്കുന്ന അതിന്റെ മേളിൽ. അയ്യോ, മനുഷ്യന്മാരിലോട്ട് തന്നെ. മനുഷ്യനല്ലയോ ആ ജട്ടി ഉപയോഗിക്കുന്നത്? ആണോ? അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഞാൻ ഈ പാപങ്ങളൊക്കെ ചിലപ്പോ മറന്നു ഒത്തിരി ഉള്ളതുകൊണ്ട് അപ്പൊ ഞാൻ അതൊക്കെ എഴുതി എന്റെ വണ്ടിയിൽ ഇട്ടിട്ടുണ്ട്. അഥവാ പാപങ്ങൾ എന്തെങ്കിലും ഞാൻ മറന്നു പോവാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ബുക്കിംഗ് എടുത്തോണ്ട് വരണം. പിന്നെ വേറെ കാര്യമുണ്ട്. 10-20 വർഷമായിട്ട് ഞാൻ ഈ പിന്നെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയതാ. ഈ ഒരു 15 വർഷക്കാലമായിട്ട് നീയും എന്റെ കൂടെ തന്നെ ഇങ്ങനൊന്നും ഉണ്ട്. ഞാൻ മന്ത്രിയായി കഴിഞ്ഞാലും നീ എന്റെ കൂടെ തന്നെ കാണണം. അല്ല, നമ്മളെ ഈ മന്ത്രി ആകുന്നതിന് മുമ്പ് ഈ ഐസുകാരൻ മണിയടിക്കുന്നത് നോക്കി പ്രാർത്ഥിക്കണമെന്നുണ്ടോ? ഐസുകാരൻ മണിയടിച്ചായിരുന്നു? അയ്യോ, ഞാനോർത്ത ഇവിടെ ക്ലാപ്പും പോയിട്ട് പൂജ ചെയ്ത് മണിയടിക്ക് വന്ന. അപ്പൊ ഞാൻ ഈ പാപങ്ങളൊക്കെ മറന്നു പോവാണെങ്കിൽ ആ ബുക്ക് എടുത്തോണ്ട് വരും. പിന്നെ പ്രകാശ, വേറൊരു കാര്യമുണ്ട്. പലരും പറയുന്നു ഞാൻ മനുഷ്യനെ തട്ടിച്ചും വെട്ടിച്ചും ഒക്കെയാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയ ഞാൻ ഈ നിലയിലൊക്കെ ആയതെന്ന്. പക്ഷെ ഈ ഞാനുണ്ടല്ലോ, ഒറ്റ മനുഷ്യനെ ഇതുവരെ തട്ടിക്കുകയും വെട്ടിക്കുകയും ചെയ്തിട്ടില്ല. അയ്യോ, പുതിയ ബുക്ക് മേടിക്കേണ്ടി വരും. പുതിയ ബുക്ക് എന്തിന്? നടയിൽ നിന്ന് പച്ചക്കള്ളോ എപ്പോഴും പറഞ്ഞേ. എല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഊരിട്ടാട്ടെ. ഇതൊന്നും ചെയ്തില്ലയോ? ഇല്ല, ചാടിയില്ലെന്ന്. കേറി വരികയും ചെയ്തല്ലോ. ഒരു കാര്യം ചെയ്യണ്ട. പോണ്ട. പൂരം പറഞ്ഞ പുരുഷൻ പിടിക്കുക. ഞാൻ പൂരമല്ല, നാള് പൂടാരം. പൂരാടം. പൂരം പറഞ്ഞ പുരുഷൻ പിടിക്കുക. അതിന് ഞാൻ പൂരപ്പുറത്തെ പുരുഷനല്ല. നക്ഷത്രം ഏതായാലും ഇവിടുത്തെ പ്രസാദം ഇപ്പൊ ഇതേ ഉള്ളു. ആയിക്കോട്ടെ. അല്ല, ഒരു കാര്യം പുരുഷന്മാർ ആരായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് പിടിക്കാവോ? ആരാ? ഞാൻ തന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പാപങ്ങൾ വിളിച്ചു പറയാ, കുഴിയിൽ ചാടുക, ചവിട്ടി അങ്ങ് കൊന്നേക്കുക. ചവിട്ടി കൊന്നേക്കാനോ? നമ്മുടെ പാപങ്ങളൊക്കെ കൊന്നു തീർക്കുമല്ലോ നമ്മള്. അങ്ങനെ പുണ്യം. നമ്മുടെ ഇവിടെ അങ്ങനല്ല, അതുകൊണ്ടാണ് തെറ്റിദ്ധരിച്ചു. അപ്പൊ ദക്ഷിണയുടെ കാര്യം MLA കഴിഞ്ഞ് തരും. MLA അല്ലെന്ന്, ഞാൻ മന്ത്രിയായി കഴിഞ്ഞ് കൊടുക്കുമെന്ന് പറ. മന്ത്രിയായി കഴിഞ്ഞാൽ തരുവേ. അപ്പം തുടങ്ങാം. പാപം പറഞ്ഞു ചാടണമല്ലോ. പാവങ്ങൾ ഓരോന്നും കൊണ്ട് പറഞ്ഞേ. ആദ്യ പാപം 1960. അല്ല, 1981. അഭിലാഷ പി ചന്ദ്രകുമാർ ഞങ്ങൾ കണ്ടതാ. എടാ, മറ്റേ ഈ ആദ്യ പാപത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ ചെയ്ത ആദ്യത്തെ പാപം 1960. അത് പറഞ്ഞു. ഞാനെന്ന് പറഞ്ഞ എന്റെ അച്ഛനെന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാ. അച്ഛൻ കരയോന്ന് പറഞ്ഞ എനിക്ക് സങ്കടം. ഞാൻ എന്തും ചെയ്തു കൊടുക്കും. നല്ല അച്ഛൻ ഇച്ചിരി അടിക്കുകയൊക്കെ ചെയ്യും. ഒരു ദിവസം ഞാൻ നോക്കിയപ്പം ഞാൻ ചെന്നപ്പോ കള്ള് കിട്ടാതെ കിടന്ന് കരയുവാ. ഞാൻ എന്തെടുത്തു? ഓടി അപ്പുറത്തെ ചെന്നിട്ട് അപ്പുറത്തെ വീട്ടില് ദിവാകരന്റെ ലിക്കർ എടുത്തോണ്ട് അച്ഛന് കൊണ്ട് കൊടുത്തു. ദിവാകരന്റെ നിക്കർ അച്ഛന് ചേരുവോ? ദിവാകരന്റെ നിക്കറല്ലെന്ന്, ലിക്കർ. എന്റെ ദൈവമേ, ആ പാപം എന്നോട് പൊറുക്കണേ. ദൈവമേ, ഇത്ര പെട്ടെന്ന് ഇത് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലേ. രക്ഷപ്പെട്ടേ. അയ്യോ, എനിക്ക് MLA ആകണേ ഭഗവാനെ. എന്നെ എങ്ങനെയെങ്കിലും MLA ആക്കി തരണേ. ചത്തില്ലയോന്നോ? അല്ലല്ലോ, ഒത്തില്ലേന്ന്. അല്ല, ചാടിയിട്ട് ഒത്തില്ല. എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ ചാടിയ ആൾ അവിടെ പൊങ്ങിയത്. അല്ല, ഇവിടുത്തെ ഞാന്
ആ. രാഷ്ട്രീയക്കാരനല്ലയോ? ഓ ഞാന് ആ അവിടെ ചാടിയ ഇവിടെ പൊങ്ങത്തുള്ളൂ. അങ്ങനെ ആയിരിയോ? ആ അങ്ങനെ. ഇനി അങ്ങനെ തെറ്റരുത്. നമ്മൾ കറക്റ്റ് സ്ഥലത്ത് ചാടിയിട്ട് അവിടെ തന്നെ പൊങ്ങിയില്ലെങ്കിൽ ദൈവം കോപിക്കും. ആ അപ്പൊ ഞാൻ കറക്റ്റ് സ്ഥലത്ത് തന്നെ പോകാം. അത് തന്നെ അങ്ങനെ. അപ്പം അടുത്ത പാപം അടുത്ത പാപം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ കൊച്ചുനാളിലെ എന്റെ സ്വന്തം തറവാടിന് തീയിട്ട് കത്തിച്ചിട്ട് പഞ്ചായത്തിൽ നിന്ന് കുറച്ച് ഫണ്ട് ഞാൻ അടിച്ചു മാറ്റി. ആണോ? എത്ര രൂപ കിട്ടി? 128 രൂപ കിട്ടി. 128 ഗുണമായോ? ഒരു തറവാട് മൊത്തം കത്തിച്ചിട്ട് 128 രൂപയോ? പിന്നെ 4 ഓലയും 2 വാറും കത്തി എന്തോ കിട്ടാനാ? അയ്യ, അതായിരുന്ന തറവാട്. അതായിരുന്നു. ആ പാവത്തിന് വേണ്ടി ചാടണമല്ലോ. ആ ചാവ എന്ന് പറഞ്ഞാൽ ആ പാവം എന്നോട് ക്ഷമിക്കണേ എന്റെ ദൈവമേ. മറ്റേ പുള്ളി ഇപ്പൊ ഇവിടെ ചാടി എന്നിട്ട് അവിടെ പൊങ്ങും. അപ്പൊ അവിടെ എന്നാ പിന്നെ ഞാൻ എനിക്ക് MLA ആയില്ലേ പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് എന്നിട്ട് കാര്യമില്ല. പെണ്ണുമ്പിള്ള എന്നെ വാരിയിട്ട് തൊഴിക്കും. തടക്കം കൂട്ടും. ഒരു MLA ആകാനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തു പോയ പാപമാണ് സമസ്താപരാധങ്ങളും പൊറുക്കണമേ ദൈവമേ. എന്റെ സാറിനെ ഞാൻ കൊന്തേ. എന്താ കാണിക്കുന്നേ? അല്ല സാറിന്റെ തലയോട്ടി സാറ് മരിച്ചെന്ന് വിചാരിച്ച് ഞാൻ ചാടി രക്ഷിക്കാം. എന്റെ തലയോട്ടിയോ? സാറിന്റെ തലയോട്ടി ഇവിടെ ഇരിക്കുമല്ലയോ? അതെങ്ങനെ എന്റെ തലയോട്ടിയാ? ലോജിക്ക് നോക്കണം. ലോജിക്ക് നോക്കണോ? അല്ല, ഇതിനകത്ത് ഒന്നുമില്ല അതിനകത്ത് ഒന്നുമില്ല. ആ ലോജിക്കേ ഞാൻ നോക്കിയുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി പറയാൻ. വന്നാട്ടെ. എന്തുവാ? ഭഗവാനെ ക്ഷമിക്കണം. സാറ് ചെയ്ത പാപം പറ. ഞാൻ ചെയ്ത പാപം പറയാൻ. അതാ ഞാൻ ചെയ്ത അടുത്ത പാപം എന്താന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മയ്ക്ക് 18 മക്കളാ. സാറിന്റെ അച്ഛൻ ചെയ്ത പാപം പറയാനല്ല പറയാം. സാറ് ചെയ്ത പാപം എന്താ വെച്ചാ പറയാ. അതാ പറഞ്ഞു വരുന്നത്. ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞാൽ അധികം ഒരു പാവ സ്ത്രീയാ. അവരെന്ന് പറഞ്ഞാൽ പുറത്തോട്ടൊന്നും അധികം ഇറങ്ങത്തില്ല. സമയം കിട്ടി കാണത്തില്ല. അങ്ങനെ 18ാമത്തെ മകളായിട്ടാ ഞാൻ ജനിക്കുന്നത്. ഞാൻ ജനിക്കുകയും ഞങ്ങളുടെ അമ്മ മരിക്കുകയും ഒരുപോലായിരുന്നു. അതുകൊണ്ട് 18 തീർന്നു. അതാ 21ാമത്തെ വയസ്സ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിച്ചു. 21ാമത്തെ വയസ്സിൽ പഞ്ചായത്ത് ഇലക്ഷനോ? എന്റെ ദൈവം. പുഷ്പം പോലെ ഭയങ്കര ഭൂരിപക്ഷത്തെ ഞാൻ വിജയിച്ചു. എങ്ങനെ ജയിക്കാതിരിക്കും? സ്വന്തം വീട്ടിലെ വോട്ട് മാത്രം പോരായോ? അതുകൊണ്ട് പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞപ്പോട്ടല്ലോ ഞാൻ ചെറിയൊരു അഴിമതി അങ്ങ് ചെയ്തു. ചെറിയൊരു കൈയിട്ട് വാരല്ലേ. എവിടെ കൈയിട്ട് വാരി? പഞ്ചായത്ത് അനുഭവിച്ച പപ്പുടി കക്കൂസിന്ന്. കൈയിട്ട് വാരാൻ കണ്ട ഒരു സ്ഥലം. ചാടാനോ? ചാടാനല്ല, കൈ കഴുകിയിട്ട് വാ. അയ്യോ അതല്ലെന്ന്. എടാ, പമ്പുളി കക്കൂസ് അതിച്ച ഫണ്ടിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ അടിച്ചു മാറ്റിയെന്ന്. പൈസ? ഓ, എന്നിട്ട്? അയ്യോ എന്റെ ദൈവമേ, ആ പാപം എന്നോട് പൊറുക്കണേ. അയ്യോ, ഇപ്രാവശ്യം ഞാൻ തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. താറെവിടെ പോയി? താറേ, ഓ ആണ്ടേ. അങ്ങനാണ് എന്നെ കൊണ്ടൊക്കത്തില്ല. പോടുന്നു. എന്നാ പറ്റി? ചാടുന്നിടത്ത് പൊങ്ങണ്ടായി. ഒരിടത്ത് കിടക്കത്തില്ല. എടാ, ഞാനേ അവിടെ ചെന്നപ്പോഴത്തേനും ഒരു സുഖമില്ല. ഞാൻ വെട്ടി തിരിഞ്ഞു പോന്നായിരുന്നു. എങ്ങനെ ഞാൻ MLA അല്ല. നമസ്തേ. ആള് വന്നല്ലോ. നടന്നില്ല. ഒരു സൗണ്ട് കേട്ട് എന്നിട്ട് ഒന്നും നടന്നില്ല. ഞാൻ പിന്നെ അബദ്ധത്തിൽ കയറി വരികയും ചെയ്തല്ല. ഒരു കാര്യം ചെയ്യും. അടുത്ത ഈ തർപ്പണം എവിടെ തപ്പണം? ഈ തർപ്പണം പണം ഞാൻ തരാമെന്ന് സാറ് തരും. എടാ, ഇതെന്തോ പറയാനാന്ന് പറ. ഈ തർപ്പണം നീ സംഭവം മനസ്സിലായി. പക്ഷെ അത് അങ്ങനല്ല. കണ്ട ഇവിടെ അറിയാം. പറഞ്ഞോട്. മൃദംഗം അടിക്കണം. അതല്ലെന്ന്. ഈ നമ്മൾ അച്ഛൻ മരിക്കുമ്പോൾ ചെയ്യത്തില്ലേ? അച്ഛൻ മരിക്കും മൃദംഗം അടിക്കുവാന്നോ? നെഞ്ചത്തടിക്കുമല്ലോ. ഇതെന്തോ പറയാനാന്ന് പറ. നമ്മൾ ഈ കാക്കയ്ക്ക് കൊടുക്കത്തില്ലേ? അച്ഛനെയോ? അച്ഛനെയല്ല, നീ ഉരുള ഉരുട്ടി കൊടുക്കത്തില്ലയോ? ഓ, പിതൃതർപ്പണം. അത് തന്നെ. അത് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലയോ? അപ്പൊ ഞാൻ പോയിട്ട് വരാം. കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി നോക്കിക്കോണം കേട്ടോ. എന്നാ ഞാൻ പോട്ടെ. കിണ്ടി, തേങ്ങ, പഴം, കിഴങ്ങ്, അയ്യോ ഒലക്കയുടെ മൂട്. എന്നെ എന്തിനാ അങ്ങനൊക്കെ പറയുന്നത്? പിന്നെ എന്റെ അടുത്ത് അഹങ്കാരം പറഞ്ഞാൽ ഞാനും പറയും. ഞാൻ അഹങ്കാരം പറഞ്ഞല്ല. പൂജയ്ക്കുള്ള കിണ്ടിയും തേങ്ങയും പഴവും കൊണ്ടുവരാന്ന് പറഞ്ഞു. അറിഞ്ഞില്ല. എന്നാ പിന്നെ ആ പാവങ്ങളേറ്റ് പറയാ. ചാടുക,
കൊന്നേക്കുക. കൊന്നേക്കാം. കൊന്നേക്കാനോ? അയ്യോ, പാപങ്ങളെല്ലാം ഹനിക്കുക എന്നാ പറയുന്നത്, കൊല്ലുന്ന. നമ്മൾ അങ്ങനെയല്ല, അതുകൊണ്ടാ. അപ്പൊ ഞാൻ പഞ്ചായത്തിന്റെ സംഭവം അല്ലേ പറഞ്ഞു നിർത്തി. ഞാൻ അങ്ങനെ പഞ്ചായത്ത് മെമ്പർ ആയി കഴിഞ്ഞു. പഞ്ചായത്ത് മെമ്പർ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം പഞ്ചായത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക. വേറെ ഒരു വണ്ടിയും ഇല്ല. ഭയങ്കര മഴയുണ്ട്. ഭയങ്കര മഴയായി കഴിയുമ്പം ലൈഫിന്റെ കാര്യത്തിന്റെ വീട് എന്തുവാന്ന് അറിയാൻ വേണ്ടി രമണി പഞ്ചായത്ത് ഓഫീസിലോട്ട് നനഞ്ഞു കയറി ഇങ്ങ് വരുക. ലൈഫിൽ അവക്ക് വീട് നമ്മൾ കൊടുക്കത്തില്ലെന്നുള്ളത് അവക്ക് അറിയത്തില്ലല്ലോ. ഞാനൊന്നും ഈ പ്രായമല്ല, ചെറുപ്പമാ. അവളിങ്ങനെ കയറി വരും. ആ ചെറുപ്പത്തിന് തിണപ്പിൽ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ കയ്യെ പിടിച്ച് വലിച്ച് ഞാൻ പഞ്ചായത്ത് ഓഫീസിനകത്തോട്ട് ഇട്ടു. എന്നിട്ട് പഞ്ചായത്ത് ഓഫീസിന്റെ കഥവും അടച്ച്. എന്നിട്ടുണ്ടല്ലോ എന്നോട് ദൈവമേ, എന്റെ പാവം എന്നോട് ക്ഷമിക്കണേ. ഇത് പറഞ്ഞു തീർന്നിട്ട് ചാടിയാ പോരാ. ഇപ്പഴേ എന്തിനാ കയറി വന്നത്? അയ്യോ, ചാടിയാ പോരെന്നോ? ഒരു സൗണ്ട് കേട്ട് ചാടിയെന്ന് കൂടെ ചാടി ചവിട്ടി താക്ക് എന്ന് പറഞ്ഞ അത് പറ്റുമോ? എന്തുവാ? അല്ല, ഒന്നാം തൊഴുകുണ്ണാൻ കഥ പറഞ്ഞു വരുമായിരുന്നു. അതിന്റെ ക്ലൈമാക്സ് കേട്ടിട്ട് നമുക്ക് ആലോചിക്കാം. അടുത്തേന് അമ്മ ഞാൻ പോയിട്ട് പഴം ഹിന്ദി കഥയും പറഞ്ഞിട്ട് ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യുമെന്ന്. അയ്യോ സാറ് അങ്ങനെ കേറിവാ. അങ്ങനെ രമണിയോട് ചെയ്ത പാപം ഞാൻ അങ്ങ് തീർത്തു. രമണിയോട് ചെയ്ത പാപം ഞാൻ തീർത്തില്ല. നമ്മളെ മൊത്തം പറഞ്ഞില്ലായിരുന്നു. ഞാൻ മൊത്തം കഥയും പറഞ്ഞായിരുന്നു. ഇല്ലെന്ന് മൊത്തം കഥ ഞാൻ പറഞ്ഞായിരുന്നു. എന്നെ പൊട്ടനാക്കരുത് കേട്ടോ. രമണിയുടെ കൈക്ക് പിടിച്ചു, അകത്തോട്ട് ഓടി, കഥ കടച്ചു, അവിടെ വരെ പറഞ്ഞുള്ളൂ. ബാക്കി കഥ ഞാൻ വെള്ളത്തിനടി കിടന്ന് പറഞ്ഞായിരുന്നു. കഥയായിരുന്നു ഇല്ലയോ? അല്ല, സൂപ്പർ കഥയായിരുന്നു. എങ്ങനെ മനസ്സിലായി? എനിക്കതൊക്കെ മനസ്സിലായി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്ന മീനൊക്കെ താണ്ട് ജോഡി തിരിഞ്ഞു തുള്ളി ചാടി പോകുന്നു. സൂപ്പർ കഥയായിരുന്നു. അതുകൊണ്ടാ കഥ. അടുത്ത ദാനം പറഞ്ഞു. അടുത്ത കഥ എന്താന്ന് ചോദിച്ചാല്, ഞാൻ വീട്ടിലാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. കണക്കായി പോയി. ചെറിയൊരു മഴയേ ഉണ്ട്. അവിടെ മഴയുണ്ട്. എന്റെ ചേട്ടന്റെ മോളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു തുന്നരി ടീച്ചർ ഇങ്ങനെ കേറി വരിക. ടീച്ചർ കേറി അവൾ ആ വാതുക്കലോട്ട് ഇങ്ങനെ വരിക. അവര് വന്നോളൂ, ഇങ്ങോട്ട് വരുമല്ലോ, നമ്മൾ അങ്ങോട്ട് പോകണ്ട. പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൾ ഇങ്ങനെ കേറി വരുമ്പോൾ ഞാൻ അങ്ങോട്ട് ഓടി ചെന്നിട്ട്, അല്ല അവര് വരുമല്ലയോ, നമ്മൾ പോകേണ്ട കാര്യമില്ല. അല്ല, ഒരു കണ്ടീഷൻ, മൊത്തം പറഞ്ഞു തീർന്നിട്ടേ ചാടാവുള്ളൂ. അപ്പൊ ഞാൻ പോയിട്ട് ആ വാതിലിന്റെ പുറകിലോട്ട്. വാതിൽ എവിടാ? വാതിലുണ്ട് അവിടെ. അവിടെ നിന്നാ മതി. എന്നാ വാതില് പറഞ്ഞാ മതി. വാതിലിന്റെ പുറകെ ഞാൻ ഇങ്ങനെ പമ്മി നിന്നു. അപ്പൊ ടീച്ചർ ഇങ്ങനെ കേറി അകത്തോട്ട് പോയി. ഞാൻ ഈ വാതിലങ്ങ് അടച്ചിട്ട് ഞാൻ അങ്ങോട്ട് ടീച്ചറിന്റെ അടുത്തോട്ട് ചെന്നിട്ട്, ഇതൊന്നും സമ്മതിക്കത്തില്ലല്ലോടാ, പോകരുത്. എന്നാ ഇവിടെ വന്നു. ടീച്ചർ അവിടെ നിൽക്കുന്നു. ടീച്ചറിന്റെ അടുത്തോട്ട് ചെന്നിട്ട് കഥ പടച്ചിട്ടേക്കുമല്ലയോ, ടീച്ചറിന്റെ അടുത്ത് ചെന്ന് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ടീച്ചറിന്റെ മാലയും പൊട്ടിച്ചിട്ട് ഒറ്റ ഓട്ടം ഓടി. എന്നാ എന്താ പറ്റി? ഒരു മര്യാദയൊക്കെ വേണ്ടായിരുന്നു. എന്ത് പാടാ? ചുമ്മാതെ കക്കൂസി കൈയിട്ട് വാരിയതും തേങ്ങ പൊട്ടിച്ചതും ഒക്കെ എന്നോട്. എന്നിട്ട് നല്ല നല്ല രോമാഞ്ചം പഠിക്കുന്ന കഥകളൊക്കെ രോമം പോലും ഇല്ലാത്ത മീനിന്റെ അടുത്ത്. അടുത്ത പറ. ഞാൻ അടുത്ത പാപം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ MLA ആയി. അത് പാപമാണോ? പിന്നെന്തോ? ജനത്തോട് ചെയ്ത് ദ്രോഹം പറ്റി. അങ്ങനെ പറയാതെ ഞാൻ അങ്ങനെ MLA ആയി കഴിഞ്ഞപ്പോൾ ഞാൻ MLA ഓഫീസിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക. അവിടെ ഒറ്റയ്ക്കാ? ചെറിയൊരു മഴയുണ്ട്. അവിടെ മഴയുണ്ടല്ലേ? അപ്പൊ പേഴ്സണൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന സുധ കേറി ഇങ്ങനെ വരിക. ഒരു മിനിറ്റ്, ചെയ്ത പാപം പറയുവാന്നോ അതോ മുത്തിച്ചിപ്പിയിലെ കഥ പറയുവാന്നോ? ഞാനതല്ല പറഞ്ഞത്. എടാ, സുധ വന്നപ്പോ പ്രൊമോഷന് വേണ്ടി സുധയുടെ കുറച്ച് പൈസ ഞാൻ അടിച്ചു മാറ്റിയെന്നാ പറഞ്ഞേ. അത്രേ ഉള്ളൂ. ആ പാപം പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട്. എന്താ? അടുത്ത പാപം പറയാൻ വേണ്ടിട്ട് എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. നമ്മുടെ ആ വണ്ടി കത്തിക്കുന്ന ബുക്ക് ആരോടും പറഞ്ഞ് എടുപ്പില്ലേ? എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പറയാം. ഇവിടെ നമ്മുടെ സാറിന്റെ വണ്ടിക്കകത്ത് ബുക്ക് കിടപ്പുണ്ട്. ബുക്ക് ആ ഡ്രൈവറോട് അതിഞ്ഞ് മേടിച്ചോണ്ട് വാ. സുരേഷേ ബുക്ക്. നിനക്ക് അവൻ സുരേഷാന്ന് അറിയാവുന്നേ? അവനെ കണ്ടാൽ അറിഞ്ഞുകൂടായോ അവൻ സുരേഷാന്ന്? അവനെ കണ്ടാൽ അറിയാം സുരേഷാന്ന്. ഞാൻ തെറ്റിദ്ധരിച്ചാൽ ഇപ്പം. ബാബാ സാറേ ബുക്ക് കൊണ്ടുവരുന്നുണ്ടേ. അമ്മയ്ക്ക് നിന്നോട് ബുക്ക് എടുക്കാനല്ലയോ പറഞ്ഞ? നീ ആഖിരി സാധനം എല്ലാം അവിടെ കൊണ്ടുവന്ന് എന്തോത്തായിരുന്നു? ഞാൻ വണ്ടിയിൽ നിന്ന് ഡ്രൈവർ എടുത്ത് പറഞ്ഞപ്പോ പുള്ളി എടുത്ത് തന്നതാ ബുക്കാന്ന് പറഞ്ഞ്. ഇതെല്ലാം ബുക്കാന്നോ? പിന്നെ അല്ലാതെ ഞാൻ അന്ന് എഴുതിയിരിക്കുന്ന പാവങ്ങളൊക്കെ 982 ബുക്ക് നിറച്ചെഴുതി ഇട്ടിരിക്കുക. വേറെ കാര്യമുണ്ട്, ഞാൻ ഒരു കാര്യം പറയാം.
ഇനി ഇവിടെ എളുപ്പ വഴി വരണ്ടേ. ഞാൻ അങ്ങനെ ചാടുകയും കയറുകയും എനിക്ക് മുട്ടിനൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ചാടി അവിടെ ഇരിക്കാം. ഇച്ചിരി തണുപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. നീ ഓരോ പാപം ഇതിനകത്ത് എന്നോട് പറയുക, ഞാൻ മുങ്ങുക നൂരുക. അപ്പൊ പെട്ടെന്ന് പരിപാടി അങ്ങ് തീരും. 688 എണ്ണം. 688 എണ്ണം. ഒരു സംശയം ചോദിക്കട്ടെ, എത്ര വയസ്സായി? 64. 64. അപ്പൊ ഈ ജന്മം മൊത്തം പാപത്തിന് വേണ്ടി അങ്ങ് മാറ്റി വെച്ചതാ ഇല്ലേ? അതൊക്കെ അങ്ങനെ പോയാൽ പറ്റും. ഞാൻ അങ്ങോട്ട് ഓരോന്നങ്ങോട്ട് വായിച്ചോണം. ഓരോന്നങ്ങോട്ട് വായിക്കും. ദൈവമേ, എന്റെ പാപം എല്ലാം എന്നോട് ക്ഷമിക്കണേ. ഇപ്പൊ ചാടിയതാ കൂടെ ചവിട്ടി താക്ക്. എന്താ ഇതിന്? പുള്ളി മരണത്തിലേക്ക് തന്നെ പോയേക്കുവാ. എന്തുവാ ഇവിടെ മനുഷ്യ ഇന്ന് കൊടുത്തണുപ്പുള്ള ദിവസമാണെന്നറിയാവോ? പ്രായം എത്രയായി? 64. ഇത് മൊത്തം നമ്മൾ വായിച്ചു തീരുന്ന മുമ്പേ മരവിച്ചങ്ങ് ചത്തോളും. അപ്പൊ ഞാൻ MLA ആയി. അത് കൊള്ളാം. അപ്പൊ ഇത് പിടി, ഫസ്റ്റ് പാവം അങ്ങോട്ട് എഴുതിക്കോ. എന്തുവാ? കൂടെ നിൽക്കുന്നവനെ ചതിച്ച് MLA ആയി.